ഹായ്, റീന ഫിലാക്കട്ടാണേ. ഞാനിപ്പോ ഉള്ളതേ കടുക്ക ബസാറില് കടുക്കെടുക്കണ തൊഴിലാളികളെ കൂടെയാണേ. കണ്ടോ, കടുക്കെടുക്കണ തൊഴിലാളികളെ അവരത് എടുത്തു കൊണ്ടുവന്നിട്ട് വേർതിരിക്കണതാ അല്ലേ. കണ്ടില്ലേ, അവരിപ്പോ അതൊക്കെ വേർതിരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇവരെ ഈ ഒരു ഇത് എടുക്കാൻ പോകുന്ന ഇവരെ ജോലി സംബന്ധമായിട്ട് ഉള്ള കാര്യങ്ങളൊന്ന് നമുക്ക് ഇവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ. വാ, എന്തേനി പേരൊന്ന് പറഞ്ഞാട്ടെ. എവിടെയാ സ്ഥലോ? കടുക്ക ബസാർ തന്നെ. റഹീം. അപ്പൊ റഹീമേ, നമ്മളിപ്പോ ഇപ്പൊ ചെറിയ കടുക്കയാണല്ലോ, അപ്പൊ ഇതെന്തേ ഇപ്പൊ ഈ സീസണില് എങ്ങനെയാണ് ഇതിന്റെ? ഇത് സീസൺ വലിയ കടുക്ക കുറവായതിന്റെ പേരില് ഇതിപ്പോ ഈ ഒരു മീഡിയം കടുക്ക നോക്കിട്ട് നമ്മളെ പണിക്കാർ പറിച്ച് പണിയെടുക്കണം. ചെറുത് പറിക്കില്ല. ഇതിപ്പോ എന്തിനാ, ഇതിപ്പോ അങ്ങനെ എന്തിനാ ഉപയോഗിക്കുന്നത്? അങ്ങനെ ഇത് നമ്മള് ചില്ലിക്കൊക്കെ ഉപയോഗിക്കുന്നത് തന്നെ. ഇതിപ്പോ എങ്ങോട്ടേക്ക് ഞങ്ങള് കൊടുക്കണത്? കച്ചവടക്കാർക്ക് സ്ഥിരം എടുക്കുന്ന കച്ചവടക്കാർ ഇവിടെ വരുമോ? കച്ചവടക്കാർ ആ ഇവിടെ. അപ്പൊ നിങ്ങൾക്കിത് പിന്നെ വെള്ളത്തില് നിങ്ങൾ എങ്ങനെയാ തോണിയായിട്ട് പോകണോ? മെഷീൻ വെച്ചിട്ട് തോണിയായിട്ട് പോകും, വെക്കാതെ പോകും. പല രീതിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുണ്ട്. നമ്മൾ ശ്വാസം മുട്ടിക്കുന്ന പോലെയാണ്. ഒരു ശ്വാസം മുട്ടിച്ച് ആ മനുഷ്യൻ ആ ശ്വാസം മുട്ടി കഴിഞ്ഞ പുണ്ട കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആളെ കഥ കഴിഞ്ഞു. നിങ്ങൾ എത്ര സമയം ശ്വാസം പിടിച്ച വെള്ളത്തിൽ നിൽക്കും? അപ്പൊ അതിൽ നിങ്ങൾ എടുത്ത് കണ്ടിട്ട് പൊങ്ങണോ? വീണ്ടും പൊങ്ങണം. എന്തെങ്കിലും ആയുധം എന്തെങ്കിലും ഉണ്ടാവും നിങ്ങളെ കയ്യിൽ ഇതെടുക്കാൻ? ഉണ്ടാവും അല്ലേ. ഇങ്ങനെ ഒരു ഇത് വേണം അല്ലേ. അങ്ങനെ ഇത് മാല പോലെ ഇങ്ങനെ കിടക്കുക, കല്ലുമ്മ നമ്മള് കുത്തി എടുക്കുമ്പോഴേ അങ്ങനെ. അതിപ്പോ ഒരു മുങ്ങല് മുങ്ങിയാല് നിങ്ങൾ ഈ ഒരു കുത്തലിന് എടുത്തതുമായിട്ട് നിങ്ങൾ പൊന്തി വരും അല്ലേ. അങ്ങനെയാണ് അല്ലേ. 3-4 മണിക്കൂർ. അതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ? ഈ വെള്ളത്തിൽ ഇങ്ങനെ എത്ര സമയം ക്ഷീണം ഉണ്ടാവും? അത് പിന്നെ നിങ്ങൾ അത്രയേ ഉള്ളൂ അല്ലേ. അല്ലാതെ ഈ വെള്ളത്തിൽ പോയോണ്ട് അത് നിങ്ങളെ ശരീരം അതുമായിട്ട് ഇതായില്ലേ. ആയിക്കോട്ടെ, നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞു തന്നതും നമ്മൾക്ക് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയും. അത് എത്തിക്കാൻ കഴിയണതും നിങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദിയുണ്ട് കേട്ടോ.